പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബി.ജെ.പി. നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു. കർഷകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാരുമായി തൽക്കാലം ചർച്ച വേണ്ടെന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. വിവരങ്ങളുമായി ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെയും ഈ ചർച്ചയ്ക്കുള്ള സന്നദ്ധത കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിന് വഴങ്ങേണ്ടതില്ല എന്ന് കർഷകർ തീരുമാനിക്കുമ്പോൾ ഒരു പ്രശ്നപരിഹാരം അകലെന്ന് തന്നെ കരുതണമോ ആർക്കെ? ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ടൊന്നും തങ്ങളുടെ ആവശ്യം അത് പിന്മാറില്ല, അഥവാ തങ്ങൾക്കേറ്റ മുറിവ് ഉണങ്ങില്ല എന്നുള്ളതാണ് കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും ഒപ്പം ഈ പോലീസ് അടക്കമുള്ള നിയമ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് സർക്കാർ പറയുന്ന ആ ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയിലേക്ക് പോകുന്നത് നിലവിൽ തീരുമാനിക്കേണ്ട, അഥവാ നിലവിൽ അത്തരത്തിലുള്ള ഒരു നീക്കം വേണ്ട എന്ന തീരുമാനമാണ് ഈ കർഷക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഡൽഹിയിലേക്കുള്ള മാർച്ച് പുനരാരംഭിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ സമാനമായിട്ടുള്ള ചിന്താഗതിക്കാർ അടക്കമുള്ളവരുമായി നടത്തുന്നുണ്ട്. മാർച്ച് വിജയകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡൽഹിയിലേക്ക് എത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭമാക്കി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ഈ ഡൽഹിയിലേക്ക് പ്രവേശനം ഉണ്ടാകാത്ത വിധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ ഒക്കെ നൽകാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പഞ്ചാബിനോട് ഈ കർഷകരുടെ കാര്യത്തിൽ അവർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യവും കേന്ദ്രം ഉന്നയിച്ചു. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ, ഇന്നലെയാണ് ഒരു യുവ കർഷകൻ മരിച്ചത് ഈ സംഘർഷത്തിനിടെ. അതിന് തൊട്ടു പിന്നാലെ തന്നെ 2 ദിവസത്തേക്ക് മാർച്ച് അവർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് കർഷകരുടെ നിലപാട്? നേതാക്കൾ എന്താണ് വിശദീകരിക്കുന്നത്? നിതിൻ. ഉന്മേഷ്, എന്തായാലും കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ വ്യാപകമായിട്ടുള്ള കണ്ണീർ വാതക ഷെൽ പ്രയോഗം, അതോടൊപ്പം തന്നെ റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗം, കൂടാതെ ഒരു കർഷകൻ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം, ഇതിലെല്ലാം വലിയ പ്രതിഷേധം കർഷക സംഘടനകൾക്കിടയിലുണ്ട്. എന്തായാലും ആ കർഷകൻ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സംഘടനകൾ ഡൽഹിയിലേക്ക് നീങ്ങുന്നത് മാറ്റിവെച്ചത്. എന്തായാലും എപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ നിലപാട് അറിയിക്കും. എന്തായാലും 2 ദിവസത്തേക്ക് തങ്ങൾ ഡൽഹിയിലേക്ക് നീങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഡൽഹിയിലേക്കുള്ള യാത്ര അത് ഉപേക്ഷിച്ചിട്ടില്ല, അത് തുടരും എന്ന് തന്നെയാണ് കർഷകരുടെ പ്രഖ്യാപനം. അതേസമയം തന്നെ ഈ കർഷകൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ബി.ജെ.പി. നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ മാർച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ ഔദ്യോഗിക വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് ഭാരതീയ കിസാൻ യൂണിയന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും റോഡ് തടയുന്ന നിലപാടും സ്വീകരിച്ചു. അത്തരത്തിൽ പ്രതിഷേധം വ്യക്തമാകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് തങ്ങൾ സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ സമരത്തിന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ എപ്പോൾ മാർച്ച് പുനരാരംഭിക്കണം എന്ന കാര്യത്തിൽ ഒരു നിലപാട് കർഷക സംഘടനകൾ പ്രഖ്യാപിക്കും. നിതിൻ, ഇപ്പോൾ ഈ കർഷകർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്? നിതിൻ, ശംഭു അതിർത്തിയും അതോടൊപ്പം തന്നെ കനൌരി അതിർത്തിയും കേന്ദ്രീകരിച്ച് കർഷകർ ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കർഷകർ ഹരിയാനയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുമുണ്ടായ കണ്ണീർ വാതക പ്രയോഗവും മറ്റ് നടപടികളും. ഇന്ന് സമാധാനപരമായി തന്നെയാണ് ശംഭുവിലും അതോടൊപ്പം തന്നെ കനൌരിയിലും കർഷകർ സമരം ചെയ്യുന്നത്. പഞ്ചാബിന്റെ മേഖലയിൽ തന്നെ അവർ അവിടെ ട്രാക്ടറിൽ ടെന്റ് ഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവർ സമരം ചെയ്യുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു ആഹ്വാനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കർഷകർ ഹരിയാനയിലേക്ക് കടക്കാനുള്ളൊരു നീക്കം നടക്കും. നിലവിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെ ശംഭുവിലും കൂടാതെ ഖനൌരിയിലും സമരം തുടരുകയാണ്. ശരി നിതിൻ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.